തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച റോഡ് 12 മണിക്കൂറിനകം തകർന്നു. വാളവെട്ടിയെയും കള്ളിക്കാടനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്നത്. റോഡ് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് വാർഡ് മെമ്പർ ചൂണ്ടിക്കാണിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടി വിജിലൻസിൽ പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. വന്ന് തുടങ്ങിയപ്പോൾ തന്നെ റോഡ് ക്ലീൻ ആക്കാതെയാണ് വർക്ക് തുടങ്ങിയത്. കോൺട്രാക്ടർ തന്നിഷ്ടപ്രകാരം നിന്ന സമയത്ത് കറക്റ്റ് ചെയ്യും, പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ദാഷ്ട്യത്തോടുകൂടി ചെയ്തു. ടാറിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തൊട്ട് തേച്ച് കൊണ്ടുപോവുകയും ടാർ ഉപയോഗിക്കാതെ ചവിട്ടുമ്പോൾ ഇളകി പോകുന്ന അവസ്ഥയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഇതിൽ അഴിമതി ഉണ്ട് എന്നാണ് നമുക്ക് ഇത് പറയാനുള്ളത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, റോഡ് നിർമ്മാണത്തിൽ വലിയ അഴിമതിയും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നല്ലേ വ്യക്തമാകുന്നത്? ഗ്രാമപഞ്ചായത്തിലെ വ്ളാവട്ടി വാർഡിൽ ആദിവാസി മേഖലയായ വ്ളാവട്ടിയെയും കള്ളിക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത്തരത്തിൽ 12 മണിക്കൂറിനകം തന്നെ തകർന്നത്. റോഡ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഇന്നലെ രാവിലെ ആയിരുന്നു അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ, മെയിന്റനൻസ് പ്രവൃത്തികൾ തുടങ്ങിയത്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ വാഹനങ്ങൾ ഓടി തുടങ്ങിയപ്പോൾ തന്നെ റോഡ് തകരുകയായിരുന്നു. എന്നാൽ റോഡ് നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ പണിയിൽ അപാകതയുണ്ടെന്നും റോഡിന്റെ മെയിന്റനൻസ് നടക്കുന്നതിന് മുൻപ് റോഡ് ക്ലീൻ ചെയ്തില്ലെന്നതടക്കമുള്ള കാര്യങ്ങൾ വാർഡ് മെമ്പർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ വാർഡ് മെമ്പർക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന രീതിയിൽ കോൺട്രാക്ടർ വാർഡ് മെമ്പറുമായി തർക്കമുണ്ടാവുകയായിരുന്നു. വാക്കു തർക്കത്തിലൊക്കെ അത് കടന്നു പോവുകയായിരുന്നു. 20 ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ മെയിന്റനൻസ് പരിപാടികളൊക്കെ നടന്നത്. നിർമ്മാണ സമയത്ത് ഉദ്യോഗസ്ഥർ ഒന്നും സ്ഥലത്തില്ലാത്തതും അഴിമതിക്ക് കാരണമായിട്ടാണ് വാർഡ് മെമ്പർ ചൂണ്ടിക്കാണിക്കുന്നത്. റോഡ് തകർന്നതോടുകൂടി വാർഡ് മെമ്പറും നാട്ടുകാരും ചേർന്ന് ഇന്ന് രാവിലെ സ്ഥലത്തെത്തി കോൺട്രാക്ടറുമായി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി. എന്നാൽ കോൺട്രാക്ടർ അതേ നിലപാട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. പണി ഇപ്പോഴും തകർന്ന റോഡിന്റെ പണി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. തിരുവനന്തപുരത്താണ് 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ് അത് അറ്റകുറ്റപ്പണി കഴിഞ്ഞ് 12 മണിക്കൂറിനകം തകർന്നത്. സനസയാണ് വിവരങ്ങൾ നൽകിയത്.